വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന എക്സാം SBI PO ആയിരിക്കും നേരത്തെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് SBI POയുടെ പ്രിലിംസും അതേപോലെ തന്നെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് SBI ക്ലർക്കിന്റെ പ്രിലിംസും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അറിയാലോ, ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള എക്സാം ആണ് SBI PO. നമ്മളുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 15-നായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കംപ്ലീറ്റ് ബാച്ച് ഡീറ്റെയിൽസ് എന്താണ്, ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ ബാച്ചിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് നോക്കാം. 100% പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ സിലബസ് കവർ ചെയ്യും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ. അത് പ്രിലിംസ് എല്ലാ സബ്ജക്റ്റിന്റെ, നമുക്ക് 4 സബ്ജക്റ്റ് ആണുള്ളത്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. അപ്പൊ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, ക്വാണ്ട് ആൻഡ് റീസണിംഗ്, കംപ്ലീറ്റ് സബ്ജക്റ്റിന്റെയും 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നമ്മൾ കവർ ചെയ്യും. ആൻഡ് അതിനുശേഷം ഇപ്പം SBI PO ആണെങ്കിലും RRB PO ആണെങ്കിലും IBPS PO ആണെങ്കിലും നമ്മൾ ഇന്റർവ്യൂ സെഷൻസ്, മോക്ക് ഇന്റർവ്യൂ സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ SBI PO ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും. RRB PO ആൻഡ് IBPS POക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല, ബട്ട് SBI POക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. സോ ഗ്രൂപ്പ് ഡിസ്കഷന്റെയും അതേപോലെ തന്നെ ഇന്റർവ്യൂവിന്റെയും എല്ലാം കംപ്ലീറ്റ് സപ്പോർട്ടും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ടോട്ടൽ ക്ലാസ് അവേഴ്സ് എങ്ങനെയാണ്? നമ്മുടെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ആ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടോട്ടൽ 450+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ആണ്. അതാത് ദിവസം ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരു ദിവസം മാക്സിമം 3 മണിക്കൂർ വരെയാണ് ഡെയിലി, അതായത് 2 to 3 അവേഴ്സ് ആണ് നമ്മൾ പറയുക. മാക്സിമം ഒരു ദിവസം നിങ്ങൾക്ക് 3 മണിക്കൂർ വരെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അങ്ങനെ വീക്ക്ലി 5 to 6 ഡേയ്സ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തുടക്കത്തിലൊക്കെ 2 മണിക്കൂർ വെച്ചിട്ടായിരിക്കും. പിന്നെ പതുക്കെ നിങ്ങളെ ആ ഒരു ട്രാക്കിലോട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം 3 അവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡെയിലി ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, അടുത്തതായി ഇനി ആരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത്? ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്, നമ്മൾ തന്നെ ആയിരിക്കുമോ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുക? യെസ്, നമ്മുടെ സൈലം ബാങ്കിങ് ടീം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുക. എന്റെ പേര് അഞ്ജു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റീസണിംഗ് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് 2026 വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് സെറ്റ് ആക്കി, അതായത് അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഇപ്പൊ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒക്കെ ബുദ്ധിമുട്ടാണ്, ഒരു ടെൻഷനും വേണ്ട. കൃത്യമായ ക്ലാസ്സിൽ വരിക, റീസണിംഗ് നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് രേവതി മിസ് ആയിരിക്കും എടുക്കുക. ഇപ്പൊ നിങ്ങളെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, എല്ലാ റൂൾസും കൂടെ ഓർമ്മ നിൽക്കുന്നില്ല. അപ്പൊ മിസ് എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ റൂൾസും കൂടെ വേണ്ട റൂൾസ്, അതായത് എക്സാമിന് ചോദിക്കുന്നത് എന്തോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ റൂൾസും കാര്യങ്ങളും മാത്രമല്ല, ബാക്കി ഇംഗ്ലീഷിന്റെ ബാങ്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടോപ്പിക്സും നിങ്ങൾക്ക് രേവതി മിസ് ഓക്കെ ആക്കി തരുന്നതായിരിക്കും. ദെൻ കറണ്ട് അഫേഴ്സ് എടുക്കുന്നത് അനുശ്രീ മിസ് ആണ്. നമുക്ക് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാംസ് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. നമ്മുടെ കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്നാണോ മെയിൻസ്, അതിന് തൊട്ട് പിറകോട്ടുള്ള കംപ്ലീറ്റ് 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ബാങ്കിങ് അവയർനെസ് ഒക്കെ എങ്ങനെ പഠിക്കും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ്, അതെല്ലാം നിങ്ങൾക്ക് അനുശ്രീ മിസ് സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേര്, നിഖിൽ സാറും ഹരികൃഷ്ണൻ സാറും ആയിരിക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സസ് എടുക്കുക. അപ്പൊ നമുക്ക് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും, അതിപ്പോ എത്ര ഹൈ ലെവൽ DI ആയിക്കോട്ടെ, അപ്പൊ പ്രിലിംസ് ലെവൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ബേസ് തന്നെ മുതലായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് എടുക്കാം. ഇപ്പൊ SBI PO ആയിരിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അത്രയും ഹൈ ലെവലല്ലേ, അത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ ഞങ്ങൾക്ക് മാത്സിന്റെ ബേസ് ഒന്നും അറിയത്തില്ല. നമ്മുടെ ക്ലാസ്സസ് വരുന്നത് വളരെ ബേസിൽ നിന്നാണ്. അത് മാത്സ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. നമ്മുടെ ബാങ്ക് എക്സാമിന് ആകെ 4 സബ്ജക്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് ബേസ് ടു അഡ്വാൻസ് ലെവലിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ടെൻഷന്റെ യാതൊരു ആവശ്യവും ഇല്ല. 4 സബ്ജക്റ്റും ഏറ്റവും അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ സൈലം ബാങ്കിങ് ടീം നിങ്ങളിലേക്ക് എത്തിക്കുക. ഇനി നമ്മളുടെ കോഴ്സിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സസ് പോവുക? നമ്മൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. മാക്സിമം നിങ്ങൾ ലൈവിൽ വരാനായിട്ട് ശ്രമിക്കുക. ആ ലൈവിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾ നമ്മളുടെ ഓൺലൈൻ ആസ്പിറൻസിനോട് തന്നെ ചോദിച്ചാൽ മതി.
നമ്മളൊരു ഓഫ്ലൈൻ എഫക്റ്റ് പോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്. അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്. നിങ്ങൾ അപ്പോൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ലൈവിന്റെ കൂട്ടത്തിൽ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, അതായത് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ 10 മുതൽ 11 മണി വരെ ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് വെക്കുക. അതിനുശേഷം ആ എടുത്ത ക്ലാസ്സിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് കാണാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കുക, ഇപ്പം ഇന്നൊരു ക്ലാസ് എത്ര ക്ലാസ്സസ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ റെക്കോർഡഡ് സെഷൻസ് കാണുന്നവരാണെങ്കിലും അതാത് ദിവസം റെക്കോർഡഡ് സെഷൻസ് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് ക്ലാസ്സസ് പെൻഡിങ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് തന്നെ അത് കണ്ടു തീർത്ത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അതാത് ദിവസം തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ റീസണിങ് എടുത്തു, ഞാനിപ്പോൾ റീസണിങ് നിങ്ങൾക്ക് ഇന്ന് ഡയറക്ഷൻ ടെസ്റ്റ് ആണ് എടുത്തതെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെയും PDF നിങ്ങൾക്ക്, ക്ലാസ് നോട്ടിന്റെ PDF നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ തന്നെ ഹോംവർക്ക് കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് ഉണ്ട്. ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡയറക്ഷൻ ടെസ്റ്റ് നിങ്ങളെ പഠിപ്പിച്ചു, അതിപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ടായിരിക്കും നമ്മൾ ആ ക്ലാസ് കംപ്ലീറ്റ് ആക്കുന്നത് ഓരോ ദിവസമായിട്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? സോ അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെയും നമ്മൾ ഡെയിലി പ്രാക്ടീസ് പേപ്പർ DPP നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം ഓരോ സബ്ജക്ട്സിന്റെയും ഡെയിലി ടാർഗറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു വീക്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന്റെ വീക്കിലി ടെസ്റ്റ് നമ്മൾ ആപ്പ് ത്രൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷൻസ്, അതിപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണെങ്കിലും അല്ലാതെയും ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്സിന്റെയും പ്രാക്ടീസ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ്, നിങ്ങൾക്ക് ഇപ്പോൾ മാരത്തോൺ സെഷനിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ അറിയാം നമ്മൾ എത്ര സ്പീഡിലാണ് ടൈമർ ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ടൈമർ ഇട്ടുള്ള പ്രാക്ടീസ് തന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന്റെ ടൈമിൽ വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. സ്പീഡും ആക്യുറസിയും ഒരേപോലെ വേണ്ട എക്സാം ആണ് നമ്മളുടെ ബാങ്ക് എക്സാം. ഓക്കെ, ദെൻ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, വീക്കിലി ടെസ്റ്റ് കൂടാതെ നിങ്ങൾക്ക് ഓരോ എക്സാമിന്റെയും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ പറയും. ഇപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത് കഴിഞ്ഞ ഇയറിൽ ചോദിച്ചതാണോ, ഇത് കൂടാതെ ഓരോ വർഷവും വരുന്ന മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത് 6,999. നമ്മളുടെ ഏറ്റവും നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. SBI POയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് വരുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം SBI PO ആണ് ഏറ്റവും ടോപ്പ് ലെവൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക് കൂടാതെ നിരവധി ഇൻഷുറൻസ് എക്സാമുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ April 15-നാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 9 മാസമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തൊട്ട് നോക്കിക്കോ, ഇപ്പൊ തൊട്ട് നിങ്ങൾ കൗണ്ട് ചെയ്താലും നമുക്ക് ജനുവരി വരെ എന്തായാലും ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നമ്മുടെ 2026 കംപ്ലീറ്റ് എക്സാംസും ജനുവരി 30 കൊണ്ട് തീരും. അതായത് 2027 ജനുവരി 30 കൂടി 2026 കംപ്ലീറ്റ് എക്സാംസും കഴിയും. സോ അതുവരെ നിങ്ങൾക്ക് കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തവരെല്ലാവരും April 15-ന് നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.